കംപ്ലീറ്റ് ലൈറ്റിംഗ് സൊല്യൂഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. മാർക്കറ്റിൽ നമുക്കിപ്പോൾ ഏകദേശം ഒരു 16-17 പോകുന്ന സാധനമാണ്. ഇത് നമുക്കൊരു 8,999 റേഞ്ചിൽ ഇത് കൊടുക്കാൻ പറ്റും. ഈ ഒരു ഹാങ്ങിങ്ങിലുള്ള പ്രത്യേകത 4 ഹെഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യുന്നുണ്ടോ? നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നുണ്ടോ? ഈ ക്രിസ്റ്റലൊക്കെ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുക കോംപ്ലിക്കേറ്റഡ് അല്ലേ? ഇല്ല, നമ്മൾ ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സ്പെയർ ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമുക്കൊരു 29,999 കൊടുക്കാൻ പറ്റും. 30,000 ഉള്ളിലും നമുക്ക് വരുന്ന റേറ്റ് 29,000 ആണ്. കാണിക്കുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സ്ആപ്പ് നമ്പർ ഉണ്ടാവും, അതിലേക്ക് മെസ്സേജ് ചെയ്യുക, നിങ്ങൾ പറഞ്ഞു കൊടുക്കും അല്ലേ? കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. ഇതിന്റെ ബേസ് മുതലേ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിനെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. കളർ ചേഞ്ച് ചെയ്യാം. നമ്മുടെ വ്യൂവേഴ്സിന് എത്ര രൂപക്ക് ഇത് കൊടുക്കാൻ പറ്റും എന്നുള്ളത് 35,000 കൊടുക്കാം. 35,000 35,000 രൂപക്കായിട്ടോ കൊടുക്കുന്നത്. 35,000 രൂപയോളാണ് ഇതിന് പ്രൈസ് വരുന്നത്. കളറിൽ വരുന്നുണ്ട്, വാം വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്, ന്യൂട്രൈറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇത് മാത്രല്ല ഇതെല്ലാം ആ ഒരു ഫംഗ്ഷനിൽ നമ്മൾ ലൈറ്റിന്റെ സോഴ്സിനെ കാണാൻ പറ്റില്ല, അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. നമുക്ക് ഇവിടുന്ന് തന്നെ സ്വിച്ചിലേക്ക് കൺട്രോൾ ചെയ്യണ്ട, നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാം. നിങ്ങളുടെ വീട് പണി നടക്കുന്ന സൈറ്റിൽ വന്നിട്ട് അവിടെ മാച്ച് ചെയ്യുന്ന ലൈറ്റ് ഏതാണെന്ന് ചോദിച്ച് മനസ്സിലാക്കി കൺസൾട്ടൻസി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിന് നിങ്ങൾ ചാർജ് ഈടാക്കുന്നുണ്ടോ? നോ, ഫ്രീ ആണ്. ആർക്കിടെക്ട്സ് നമുക്ക് വരാറുണ്ട്, അവരെ ഇലക്ട്രിക്കൽ ഡ്രോയിങ് തന്നിട്ട് അതിനൊരു സൊല്യൂഷൻ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതിലേക്ക് വരുവാണെങ്കിൽ ഞങ്ങൾക്ക് തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ്, ഒരു ഇലക്ട്രീഷ്യനെ വേണ്ട. കോൺക്രീറ്റ് ചെയ്ത വീട്ടിലോട്ടും നമുക്ക് ആ സ്പോട്ട് ലൈറ്റ് വെക്കണം, അതിനൊരു ഓപ്ഷനാണ് ഇത് വരുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഏതൊരു വീടിനെയും ഭംഗിയാക്കുന്നത് ആ വീട്ടിൽ ഉപയോഗിക്കുന്ന ലൈറ്റുകളാണല്ലോ. ഇന്നത്തെ കാലത്ത് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈറ്റ് വാങ്ങാൻ പോലും പലപ്പോഴും അതിന് ഭയങ്കര റേറ്റ് ആണ്, അല്ലെങ്കിൽ നല്ല മോഡലുകൾ കിട്ടില്ല, പുറത്ത് പോയി വാങ്ങണം, ഗൾഫിൽ നിന്ന് വാങ്ങണം, അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് വാങ്ങണം എന്നൊക്കെ പലരും പറയാറുണ്ട്. എന്നാൽ അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻ നമ്മുടെ നാട്ടിൽ കണ്ണൂർ താനയിലുള്ള ഡയർ ലൈറ്റിംഗ് ഹബ്ബിൽ നമ്മൾ വന്നിരിക്കുന്നത് കുറഞ്ഞ വിലയിൽ ക്വാളിറ്റി ഉള്ള അടിപൊളി ലൈറ്റുകൾ ഒരുപാട് തരാമെന്ന്, അല്ലെങ്കിൽ നമ്മളെ വ്യൂവേഴ്സിന് നൽകാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവിടെയുള്ള ലൈറ്റുകളും കളക്ഷനും കാണുന്നത് മാത്രമല്ല കേട്ടോ, അതിൻ്റെ പ്രൈസ് ഉൾപ്പെടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. വീട് പണി കാഴ്ചയുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലിലും ഉണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത്. ഡെക്കോർ ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ. ഹായ് സഫർ ബ്രോ. അടിപൊളി കളക്ഷൻ, അടിപൊളി ലൈറ്റിംഗ്, അടിപൊളി പ്രൈസ്. ഈ ഒരു പ്രൈസിൽ ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ കിട്ടുക എന്ന് പറഞ്ഞാൽ അപൂർവമാണ്. നമ്മളിപ്പോൾ കണ്ണൂർ സെൻട്രൽ താനയിലാണുള്ള റോഡിന്റെ സൈഡിൽ തന്നെയാണ് ഷോപ്പ് അല്ലേ? ഒരുപാട് വർഷമായോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഷോപ്പ്? ഇതിപ്പോ ഒരു 3 years ആയി. നമ്മൾ മാർക്കറ്റിൽ ഒരു 7 years ആയി. നമ്മളിപ്പോ മേലെ ചോക്കായിരുന്നു, അത് അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയതാണ്. അപ്പൊ നല്ലൊരു പ്ലേസിലാണ്, സിഗ്നലിന്റെ അടുത്ത് തന്നെയാണ്, താനയിലാട്ടോ. ഇപ്പോൾ നമ്മൾ അട്രാക്റ്റീവായിട്ട് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഒരുപാട് ലൈറ്റുകൾ ഇവിടെ ഉണ്ട്. ലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഷാൻഡലിയേഴ്സ് യൂസ് ചെയ്യാത്ത ആരുമില്ല അല്ലേ? നല്ലൊരു വീടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലെ വലിയ ലൈറ്റുകൾ കൊടുക്കും. അപ്പോൾ അതിൽ ഇങ്ങനെ പ്രൈസ് കുറക്കുന്നതിന് ഉപരി ഒരു ആർക്കിടെക്റ്റ് വന്നാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സെലക്ട് ചെയ്യാൻ ഈസിയാണ് ഇവിടെ. ഒരുപാട് മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ ഒരാൾ ചോദിച്ചുകൊണ്ടിരിക്കുക പ്രൈസ് കുറവുണ്ടോ എന്ന് നമ്മൾ പറയല്ലാതെ പ്രൈസ് പറയുന്നില്ലല്ലോ. ഞാൻ ഒന്ന് കണ്ട് ചോദിച്ചു നോക്കട്ടെ. അപ്പോൾ ഈ കാണുന്നത് ഇത് നല്ലൊരു ലൈറ്റ് ഷാൻഡലിയർ ആണ്. ഇതിന് എത്ര രൂപ കൊടുക്കണം? ഇത് മാർക്കറ്റിൽ നമുക്കിപ്പോൾ ഏകദേശം ഒരു 16-17 പോകുന്ന സാധനമാണ്. ഇത് നമുക്കൊരു 8,999 റേഞ്ചിൽ ഇത് കൊടുക്കാൻ പറ്റും. ടു ലെയർ ബൾബാണ്. ബൾബ് റീപ്ലേസ് ചെയ്താൽ മതി. അതൊരു ഗുണം കേട്ടോ. ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ LED വരുന്നുണ്ടാവും, ബൾബിൽ വരുന്നുണ്ടാവും. ബൾബാകുമ്പോൾ നമുക്ക് എന്താവും, കസ്റ്റമർക്ക് തന്നെ അവർക്ക് തന്നെ മാറ്റാൻ പറ്റും. വേറൊരു ഇലക്ട്രീഷ്യൻ്റെയോ ആരുടെയോ ഹെൽപ്പ് വേണ്ട അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ആളുകൾ എൻ്റെ വീട്ടിലേക്ക് വലുത് ഇപ്പോൾ റേറ്റ് കുറച്ച് കിട്ടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലുള്ള വലുത് വേണമെന്ന് തോന്നാണ്. ഇവിടെ നല്ല അടിപൊളി വലിയൊരു ലൈറ്റ് കാണുന്നത് ഇതാണ്. 3 ലെയർ ആണ്. അതെ, ഇത് 3 ലെയർ ആണ്. ഇത് എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഡബിൾ ഹൈറ്റിലെല്ലാം നല്ലോണം ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഇത് നമുക്കൊരു 29,999 കൊടുക്കാൻ പറ്റും. 30,000 പ്രൈസ്. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഓർഡർ ചെയ്യാൻ നമുക്ക് കൊറിയർ വഴി സെൻഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടോ? എവിടെ വേണമെങ്കിലും നമുക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ, ഒരുപാട് ലൈറ്റുകൾ ഉണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് ഇതിന് എത്രയാവുന്ന ഒരാൾ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇതെന്ത് കോട്ടിങ് അതിന് കൊടുത്തു? ഇത് ബ്രാസ് കോട്ടഡ് ആണ്, സെയിം ആണ്, ഗ്ലാസ് ആണ്. പിന്നെ നമുക്ക് ബൾബ് തന്നെയാണ് വരുന്നത്. ഇത് നമുക്ക് ചെയിനിൽ നല്ല വൃത്തിക്ക് ഇറക്കി വെക്കാൻ പറ്റും. ഇതും നമുക്ക് വരുന്ന റേറ്റ് 29,000 ആണ്. സെയിം റേറ്റ് തന്നെ? അതെ, സെയിം റേറ്റ്. അപ്പൊ ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള വലിയ ലൈറ്റുകൾ കിട്ടും അല്ലേ? അപ്പോൾ ഇനി ഒന്നും ആലോചിക്കേണ്ട, ഇവിടെ ഒരുപാട് കളക്ഷനുകൾ ഉണ്ട്. നമ്മൾ ഓരോന്നായിട്ട് പരിചയപ്പെടുത്തട്ടെ നമ്മളെ വ്യൂവേഴ്സിന്. വീടുകളിൽ സ്റ്റെയർ ഏരിയകളിൽ വലിയ ലൈറ്റുകൾ കൊടുക്കും. ഷംറീനയാണ് ഇവിടെ നമ്മളെ കൂടെ ഉള്ളത്. ഇതുപോലുള്ള വലിയ ലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ് ആണ് അല്ലേ? സ്റ്റെയർ ഏരിയയിലാണല്ലോ അത് കൂടുതൽ? സ്റ്റെയർ ഏരിയ. ഇതിനെന്താ പേര് പറയുന്നത്?
നമ്മൾ ക്രിസ്റ്റൽ ഹാങ്ങിങ് എന്നാ പറയുക. ക്രിസ്റ്റൽ ഹാങ്ങിങ് തന്നെയാണ് അല്ലേ? ഓക്കെ, ഇത്രയും വലിയൊരു ക്രിസ്റ്റൽ ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് എത്ര പീസുകൾ വരുന്ന ഒരു മോഡലാണ്? നമ്മൾ 9 ഹെഡ് മുതൽ ഈ ഒരു ഹാങ്ങിങ്ങിലുള്ള പ്രത്യേകത 4 ഹെഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 4 ഹെഡ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെ ഗ്ലേസിംഗ് ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്, ഇത് LED തന്നെയല്ലേ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്? LED-ൽ വരുന്നത്. LED-ലാണ്. അപ്പോൾ ചില ആളുകൾ ഇതിന് സെപ്പറേറ്റ് പീസുകൾ കട്ട് ചെയ്ത് വാങ്ങുന്ന ഒരു സിസ്റ്റം ഉണ്ട്. സിംഗിൾ ആയിട്ട് കൊടുക്കുന്നത് വേണമെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്യേണ്ടി വരും. നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യുന്നുണ്ടോ? നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് മറ്റൊരു മോഡലാണെന്ന് തോന്നുന്നു അല്ലേ? ഷാൻലിയറിൽ നമുക്ക് ക്രിസ്റ്റലിൽ തന്നെ വരുന്ന വേറൊരു മോഡലാണ്. LED-ലാട്ടോ അതെല്ലാം വരുന്നത്. ഇതെല്ലാം സ്റ്റെയറിന്റെ ഏരിയയിലാണ് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് അല്ലേ? ഇത് ഇപ്പോ 10, 9 അല്ലാതെ കൂടുതൽ എണ്ണം കൂട്ടി കൊടുക്കാൻ പറ്റും. എണ്ണം കൂട്ടിയിട്ട് കൊടുക്കാം. ഓക്കെ, നമ്മളെ വലിയ സ്റ്റെയർ ഒക്കെ വലുതാണ് അല്ലെങ്കിൽ ഏരിയ വൈഡ് ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് നമ്മൾ കൗണ്ട് കൂട്ടുന്നതിനനുസരിച്ച് ഇത് വൈഡ് ആയിട്ട് വരും. നല്ലൊരു മോഡലാണ്. ഇതിന്റെ മോഡൽ എന്ന് വെച്ചാൽ നമ്മൾ ഈ ക്രിസ്റ്റൽ ഇല്ലേ, ഈ ക്രിസ്റ്റൽ തന്നെ നമ്മൾ വെക്കുന്ന ഏരിയയിലോട്ട് റിഫ്ലക്ട് ചെയ്ത് കിട്ടും. ഇതിന്റെ കൂടെ സ്ട്രിപ്പ് ലൈറ്റും കൂടെ വരുന്നുണ്ട്. സ്ട്രിപ്പ് വരുന്നുണ്ട്. അത് ഒരു നോർമൽ സൈസ് ആണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു കട്ട് ചെയ്ത് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബാർ ഏരിയയിൽ അല്ലേ, ബ്രേക്ക്ഫാസ്റ്റ് ഏരിയയിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ലൈറ്റുകൾ ഒരുപാടുണ്ട്. ഇതൊക്കെ കുറച്ച് മുമ്പേ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും ട്രെൻഡിങ് ആണ് അല്ലേ? ഇപ്പോഴും ക്രിസ്റ്റലിനൊരു ഫോക്കസ് ആണ്. ഇതിനകത്ത് ഫുൾ ക്രിസ്റ്റൽ ആട്ടോ വരുന്നത്. ഓക്കെ, ഈ ക്രിസ്റ്റലൊക്കെ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് അല്ലേ? ഇല്ല, നമ്മൾ ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സ്പെയർ ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. റിമൂവ് ചെയ്തിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാം. ആ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ ബോക്സ് സ്പേസിൽ സേഫ് ആയിട്ട് കൊറിയർ ചെയ്യും. അപ്പോൾ ടെൻഷൻ വേണ്ട. അപ്പോൾ ഇതുപോലുള്ള വലിയ ലൈറ്റുകളാണ് കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്നത് അല്ലേ? ഇതിൻ്റെയൊക്കെ ഒരു വെയിറ്റ് ക്രിസ്റ്റൽ തന്നെയാണ്. നമുക്ക് ഇത് ലോങ്ങിലോട്ട് പോകുമ്പോൾ ഇത് ഒരു വ്യൂ കിട്ടില്ല. ഈ ഒരു ക്രിസ്റ്റൽ മാത്രമേ നമുക്ക് വ്യൂ കിട്ടുള്ളൂ, അത് മാത്രമേ കിട്ടുള്ളൂ. ഇത് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന കൂടെ അടിയിലേക്ക് ലൈറ്റ് ഉണ്ടാവും. അടിയിലേക്ക് ലൈറ്റിംഗ് ഉണ്ട്, അതിന്റെ റിഫ്ലക്ഷനും ഉണ്ട് കേട്ടോ. നൈറ്റിലൊക്കെ നല്ലൊരു ഫീൽ ആയിരിക്കും ഇത്. അപ്പോൾ ഇതുപോലുള്ള ലൈറ്റുകളാണ്. അപ്പോൾ ഇതുപോലുള്ള ലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ പലരും പ്രൈസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കാണിക്കുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പ് നമ്പർ ഉണ്ടാവും, അതിലേക്ക് മെസ്സേജ് ചെയ്യുക, നിങ്ങൾ പറഞ്ഞു കൊടുക്കും അല്ലേ? കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. ഇതുപോലുള്ള വലിയ ലൈറ്റുകൾ വരുമ്പോൾ, ക്രിസ്റ്റലിൽ വരുമ്പോൾ ഇത് ഒരേ കളറിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭംഗിയല്ല. നമ്മൾ ആ ഒരു ആംബിയൻസിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? നമുക്ക് അതിനനുസരിച്ച് ഇതിൽ 3 കളേഴ്സ് വരുന്നുണ്ട്. വാം, വൈറ്റ്, നാച്ചുറൽ വൈറ്റ്, അങ്ങനെ 3 കളേഴ്സ് ആയിട്ട്. അതും ഇതിന്റെ ബേസ് മുതലേ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിനെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കേ, അപ്പോൾ ഒരു ആംബിയൻസ് നമുക്ക് മാറ്റി എടുക്കാൻ പറ്റും അല്ലേ? മെയിൻ ആയിട്ട് എപ്പോഴും കളറിൽ തന്നെ നമുക്ക് കണ്ട് അല്ല ബോറടിക്കണ്ട. പിന്നെ നൈറ്റിൽ നമുക്കൊരു വാം കളറാണ് ഭംഗി. അടിപൊളിയായിട്ടുള്ള ഒരുപാട് ലൈറ്റുകൾ ഇപ്പോൾ വരുന്നുണ്ട് അല്ലേ? ഇതിനൊക്കെ എന്ത് പേര് പറയും? നമ്മളുടെ ബെൽറ്റ് സീരീസിൽ വരുന്നതാണ്. ഇത് ലെതറാണോ? ലെതറിലാണ് ഈ ലൈറ്റ് വരുന്നത്. ഇതിന്റെ കേബിൾസ് ഒക്കെ ഇതിനകത്തൂടെ പോകും. ഇതിന്റെ അകത്തൂടെ പോകും. നമുക്ക് ഇതിനെ റിമൂവ് ചെയ്യാം. ഈ ഗ്ലാസ് നമുക്ക് റിമൂവ് ചെയ്യാം. ഡൈനിങ് സ്പേസിലായിരിക്കും. ഡൈനിങ്ങിലേക്ക് ചെയ്യാം. ഇനിയിപ്പോ ഷാൻലിയർ ആയിട്ട് നമുക്ക് അതിലേക്കും കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ ഡൈനിങ്ങിൽ കൊടുക്കാൻ പറ്റിയ അടിപൊളി കളക്ഷൻ ആട്ടോ അല്ലേ? ഇതൊക്കെ ഡൈനിങ്ങിലോട്ട് കൊടുക്കണം. ഇതെല്ലാം ഡൈനിങ്. ഇതൊക്കെ നല്ലൊരു മോഡലാട്ടോ അല്ലേ? കംപ്ലീറ്റ്ലി ബൾബാണ്. അതായത് ഒന്ന് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചേഞ്ച് ചെയ്യാം അല്ലേ? അത്രയൊരു സിമ്പിൾ ആണ്. അതുപോലെ ഇത് റിംഗ് ഒക്കെ കുറച്ച് മുമ്പേ അട്രാക്റ്റീവ് ആണ്, ഇപ്പോഴും ട്രെൻഡിങ് തന്നെയാണ്. ഇതിനെന്താ ഒരു മേഘത്തിന്റെ ഒരു സ്റ്റൈലിലാണ് ഡിസൈൻ അങ്ങനെ തന്നെ വരുന്നതാണ്. ഇതൊക്കെ ഡൈനിങ് സ്പേസ് തന്നെയാണ് മെയിൻ. ഡൈനിങ്ങും നമുക്ക് ഒരു ചെയ്യാൻ പറ്റും. അത് ഫുള്ളി ക്രിസ്റ്റൽ ആണല്ലോ, കംപ്ലീറ്റ് ക്രിസ്റ്റൽ ആണ്. ഇതിന്റെ ഒരു കളർ ഇപ്പൊ ഇതൊരു വാമാണ്. ഇത് ഒരു കളറിലേ കിട്ടുന്നുള്ളൂ? അല്ലല്ല, നമുക്ക് ഇതിനെ കളർ ചേഞ്ച് ചെയ്യാം. ഏതൊക്കെ കളറിൽ വരുന്നുണ്ട്? വാം വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്, ന്യൂട്രൈറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇത് മാത്രല്ല ഇതെല്ലാം ആ ഒരു ഫംഗ്ഷനിൽ കേട്ടോ. അപ്പൊ ഇനി ടെൻഷൻ വേണ്ട, നിങ്ങൾക്ക് ഒരു കളറിലേ കിട്ടുള്ളൂ എന്നുള്ള ഒരു ടെൻഷൻ വേണ്ട. ഇത് അടിപൊളി ഒരു ലൈറ്റ് ആണല്ലോ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ, സിംഗിളിൽ വരുന്നത് അല്ലേ? ലിവിംഗിലൊക്കെ കൊടുക്കാം. അതുപോലെ ഇനി സ്റ്റെയർ ഏരിയയിൽ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഈ കാണുന്ന ലൈറ്റിന് ഓഫർ കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായും. ഇതിന് എത്ര കൊടുക്കാൻ പറ്റും? 11,111. അത് 11,111 അല്ലേ? ഈ കാണുന്ന ഒരു ഷാൻഡിലിയറിനാട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന വലിയ ലൈറ്റ് നമ്മുടെ വ്യൂവേഴ്സിന് ഓഫറിൽ കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായും കൊടുക്കാം. ഇതിന് എത്ര വില ഉണ്ടാവും? ഏകദേശം 50,000 രൂപ വില ഉണ്ട് അല്ലേ? അത്യാവശ്യം വലുതാണ്, നല്ല ക്രോം ഫിനിഷ് ആണ് അല്ലേ? റോയൽ ഫീൽ ആയിരിക്കും. പക്ഷെ നമ്മുടെ വ്യൂവേഴ്സിന് എത്ര രൂപക്ക് ഇത് കൊടുക്കാൻ പറ്റും എന്നുള്ളത്? 35,000, 35,000 രൂപക്കാട്ടോ കൊടുക്കുന്നത്. ഒരു വലിയ വീടിന്റെ ഒരു വലിയ സ്പേസിനെ ഗ്രാൻഡ് ആക്കി. അതായത് നമ്മുടെ വീടിനെ കൊട്ടാരമാക്കാൻ ഇതങ്ങ് വെച്ചാൽ ഒരു മോഡൽ മൊറോക്കൻ സ്റ്റൈൽ ഇപ്പൊ ട്രെൻഡിങ് വരുന്നുണ്ട്. അതിന് മാച്ച് ചെയ്യുന്ന ലൈറ്റുകൾ ഉണ്ട് അല്ലേ? ഇതിലാണ് ഹാങ്ങിങ് വരുന്നുണ്ട്. ഇതിന് ഇനിയും നമുക്ക് ഇറക്കാം. ഹാങ്ങിങ്സ് ആയിട്ട് ആഡ് ഓൺ ചെയ്തിട്ട്
ഇറക്കാൻ പറ്റും. ഇത് വലിയ മോഡലുകൾ വരുന്നുണ്ടോ? വലിയ മോഡലും വരുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോ നമ്മുടെ വ്യൂവേഴ്സ് ആരെങ്കിലും ഏതെങ്കിലും മോഡൽ നെറ്റ് എന്നൊക്കെ എടുത്ത് നിങ്ങൾക്ക് അയച്ചു തന്നാല് കൂടുതൽ നമുക്ക് പിൻട്രസ്റ്റ് എന്നൊക്കെ എടുത്തിട്ട് ഫോട്ടോസ് വരാറുണ്ട്. അത് ഞങ്ങളെ കയ്യിൽ അവൈലബിൾ ആയിട്ട് ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. വാളിൽ വരുന്ന ഡിസൈനുകൾ അല്ലേ, നോർമൽ വാളുകൾ വരുന്നു, അതുപോലെ വാഷിംഗ് ഏരിയയിൽ വരുന്നു, ഈ ബെഡ്റൂമിൽ ചിലർക്ക് സിറ്റ് ഔട്ടിൽ ഒക്കെ കൊടുക്കും. അങ്ങനത്തെ മോഡലാട്ടോ അവിടെ കാണുന്നത്. പൊതുവെ ബ്രാക്കറ്റ് ലൈറ്റ്സ് എന്നാണ് ഈ വാൾ ഇതുപോലെ കൊടുക്കുക. ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് അല്ലേ, നമ്മൾ ലൈറ്റിന്റെ സോഴ്സിനെ കാണാൻ പറ്റില്ല, അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. എങ്ങനെയാണ് ഇതിന്റെ ഒക്കെ ഒരു ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ സ്വിച്ചിൽ തന്നെയാണ് ഇതിൽ ഓൺ ഓഫ് ചെയ്യുന്നത്, പക്ഷെ നമ്മൾ വെക്കുന്ന വോളിനെ ഹൈലൈറ്റ് ചെയ്യും. ഓക്കെ, ഇതെല്ലാം ഇതിന്റെ കളർ വേരിയേഷൻ, പക്ഷെ ഇതൊരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടല്ലോ. ഇതൊരു മൂൺ സീരീസിൽ വരുന്നതാണ്. മൂൺ സീരീസ് ആണ് അല്ലേ. ഇതിനെ നമുക്ക് തന്നെ ഇവിടുന്ന് തന്നെ സ്വിച്ചിൽ കൺട്രോൾ ചെയ്യണ്ട, നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാം. ഓക്കെ, എത്ര കളേഴ്സ് ഇത് വരുന്നുണ്ട്? 3 കളേഴ്സ് വരുന്നുണ്ട്. ക്രിസ്റ്റൽ ലൈറ്റുകൾ ഇപ്പോഴും ട്രെൻഡിങ് ആണ് അല്ലേ? ട്രെൻഡിങ് ആണ്, ആളുകൾ ചോദിച്ചു വരുന്ന ഒരു മോഡലാണ് ഈ കാണുന്നതെല്ലാം. ഇത് നേരത്തെ നമ്മള് ഹാങ്ങിങ്ങിൽ കണ്ട ഒരു മോഡൽ, അത് സ്റ്റെയർ ഏരിയയിലോട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇതിനെ മാച്ച് ചെയ്തിട്ട് കൊടുക്കാം. ഇതിന്റെ കളർ വേരിയേഷൻ ഇപ്പൊ ഇതൊക്കെ വൈറ്റ് ആണ്, സാധാരണ ക്രിസ്റ്റൽ ന്യൂട്രലാണ്, മാറ്റാൻ പറ്റും. ഡിഫറെന്റ് കളറിൽ വരുന്നുണ്ട് അല്ലേ? അങ്ങനെ ഓരോ കളറിലേക്ക് മാറ്റാനും പറ്റും കേട്ടോ. കോമൺ അല്ല, സ്പോട്ട് ലൈറ്റുകളൊക്കെ ന്യൂട്രൽ വൈറ്റിലാണ് ചൂസ് ചെയ്യില്ല, പക്ഷേ ഇതുള്ള വാമും കൂടെ ഉണ്ടെങ്കിൽ വാളിലൊക്കെ നല്ലൊരു അട്രാക്ഷൻ ആണ് വരിക. നിങ്ങളുടെ വീട് പണി നടക്കുന്ന സൈറ്റിൽ വന്നിട്ട് അവിടെ മാച്ച് ചെയ്യുന്ന ലൈറ്റ് ഏതാണെന്ന് ചോദിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇതിന് നിങ്ങൾ ചാർജ് ഈടാക്കുന്നുണ്ടോ? നോ, ഫ്രീ ആണ്, ഫ്രീ സർവീസ്. ഓക്കെ, ഇതുപോലുള്ള മോഡേൺ ആയിട്ടുള്ള കുറച്ച് ലൈറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു അവിടെ ഉണ്ടോ? ഓക്കെ, ഒന്ന് കാണാലോ. നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് ആട്ടോ അവിടെ വരുന്നത്. ഒരു ബേർഡ്സിന്റെ സ്റ്റൈലൊക്കെ വരുന്നുണ്ട്, അതുപോലെ ബട്ടർഫ്ലൈ ഒക്കെ വരുന്നുണ്ട് അല്ലേ? ഇപ്പൊ ഇതിൽ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈ തന്നെ ഇവിടെ ഉണ്ടല്ലോ. ബട്ടർഫ്ലൈ ഉണ്ട്, ബേർഡ്സിൽ വരുന്നുണ്ട്. നാച്ചുറൽ ഐഡിയാസ് ആട്ടോ. ഇത് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? അതുപോലെ ലൈറ്റ് ചേഞ്ചിങ്ങും ഇതിലും പോസിബിൾ ആണ്. ഇവിടെ ആർക്കിടെക്ട്സ് ഡയറക്റ്റ് വന്നിട്ട് ചൂസ് ചെയ്യാം. ആർക്കിടെക്ട്സ് നമുക്ക് വരാറുണ്ട്, അവരെ ഇലക്ട്രിക്കൽ ഡ്രോയിങ് തന്നിട്ട് അതിനൊരു സൊല്യൂഷൻ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഓൾറെഡി ചെയ്യുന്നതാണ്, നമുക്ക് വേണ്ടി ചെയ്യുന്നതല്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ കാണുന്ന ലൈറ്റ് നമ്മുടെ ഒരു വ്യൂവറിന് ഇത് വേണം, അപ്പൊ അവർക്ക് കൊറിയർ ചെയ്ത് കൊടുക്കുക ഏത് രീതിയിൽ? നിങ്ങൾ കേരളത്തിന്റെ എവിടെയാണെങ്കിലും കൊറിയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, മറക്കല്ലേ. ബെഡ്റൂമിൽ കൊടുക്കേണ്ട ലൈറ്റുകളല്ലേ? ബെഡ്റൂമിൽ സാധാരണ മുമ്പ് കാലം എന്താണ് സ്പോട്ട് ലൈറ്റ് 4 കൊടുക്കും, അത് മതി. ഇപ്പൊ സൈഡ് ടേബിളിന്റെ അടുക്ക മസ്റ്റ് ഒരു ലൈറ്റ് വേണം, നിർബന്ധമാണ്. പിന്നെ അതിലേക്ക് മാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മോഡൽ കൊടുക്കുന്നത്. ഇതിലേക്ക് വരുവാണെങ്കിൽ ഞങ്ങൾക്ക് തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ്, ഒരു ഇലക്ട്രീഷ്യനെ വേണ്ട. അതായത് ഓരോ ടൈമിൽ നമുക്ക് മൂഡിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം അല്ലേ? ഓക്കെ, ഓരോ ലൈറ്റുകളാണ്. ഇത് ലൈറ്റ് തന്നെയാണോ? ഇത് ലൈറ്റ് തന്നെയാണ്. ബൾബാണ്. അപ്പോൾ അത് ഫ്യൂസായി ചേഞ്ച് ചെയ്യാന്നുള്ള ടെൻഷൻ വേണ്ട, അതിനൊക്കെ സ്ക്രൂ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഡ്രോയിങ്ങിലേക്ക് കൊടുക്കുന്നതാണ്, സ്റ്റെയർ ലാൻഡിങ്ങിലോട്ട് അല്ലെങ്കിൽ ഹൈലൈറ്റർ വാളിലേക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ലൈറ്റുകളുടെ ഒരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. ഇന്ന് കൂടുതൽ ആളുകൾ ജിപ്സം സീലിംഗ് അല്ലെങ്കിൽ POP സീലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? അതിൽ കൊടുക്കേണ്ട ലൈറ്റുകൾ സ്പോട്ട് ലൈറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ COB ലൈറ്റ് ഇപ്പോൾ കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത്. COB ലൈറ്റ് കംപ്ലീറ്റ്ലി കൺസീൽഡ് ആയിട്ട് പോയിട്ട് നമ്മളെ ലൈറ്റ് മാത്രം ഡയറക്റ്റ് താഴോട്ടേക്ക് വരും. അതായത് സോഴ്സ് കാണില്ല, അത് എവിടെയാണോ ലൈറ്റ് ചെയ്യുന്നത് ആ ഫ്ലോറിൽ മാത്രം. മുമ്പ് കാലങ്ങളിൽ വാളിൽ കൊടുത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ വാളിലുള്ള ഡാമേജ് മുഴുവൻ കാണുന്ന രീതിയിലാണ്, അതുപോലെ ഫേസിലേക്ക് ഡയറക്റ്റ് ഹിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ലൈറ്റ്. ഇപ്പൊ അങ്ങനെയല്ല, എവിടെയാണോ നമുക്ക് വെളിച്ചം വേണ്ട അവിടെ മതി, ആ രീതിയിൽ. അതിന് വേണ്ട ഐഡിയാസ് ആണ് കംപ്ലീറ്റ്ലി നമ്മൾ സീലിംഗ് ലൈറ്റ്സ് ആണ്. അതിൽ തന്നെ കുറെ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിനെന്ത് പറയും ഈ സ്ക്വയറിൽ ഇങ്ങനെ മൾട്ടിപ്പിൾ വരുമ്പോൾ? സിലിണ്ടറിക്കൽ COB. ബ്ലാക്കും വൈറ്റ് തന്നെയാണ് കോമൺ അല്ലേ? ബ്ലാക്കും വൈറ്റും മാത്രമല്ല, ഗൺ ബ്ലാക്ക് വരുന്നുണ്ട്, ഇത് ഗോൾഡ് വരുന്നുണ്ട്, ഇതിൽ തന്നെ മാറ്റ് ബ്ലാക്ക് വരുന്നുണ്ട്. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് COB മാത്രമല്ല സ്പ്രെഡ് ലൈറ്റും വേണം, രണ്ടും വേണം ഒരു വീട്ടിലേക്ക്. കിച്ചൺ ഏരിയയിലോട്ടൊക്കെ ലൈറ്റിംഗ് കൂടുതൽ വേണ്ടി വരും, നമുക്ക് ഹാളിലോട്ടൊക്കെ സ്പോട്ട് ഓക്കെയാണ്. പക്ഷെ അങ്ങനെ ഒരു ഏരിയയിലേക്ക് എന്നാൽ പ്രൊഡക്റ്റ് നമുക്ക് കാണരുത്, ലൈറ്റിംഗ് മാത്രം കാണണം, സംഭവമാണ്. കംപ്ലീറ്റ്ലി കൺസീൽഡ് ആയിട്ട് പോകും.
ലൈറ്റ് മാത്രം നമുക്ക് സ്പ്രെഡ് ചെയ്ത് കിട്ടും. അതിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലുള്ള ലൈറ്റുകൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വരുന്ന സീലിംഗ് ഐഡിയാസ് ഉണ്ട്. അതായത് പ്ലാസ്റ്ററിങ് ഇല്ലാതെ എക്സ്പോസ്ഡ് സീലിംഗ്. അതിനകത്ത് COB ലൈറ്റ്, സിലിണ്ടറിക്കൽ ലൈറ്റുകളാണ് പൊതുവെ കണ്ടുവരാറുള്ളത്. സിലിണ്ടറിക്കൽ ലൈറ്റ്. ഓക്കെ, ഇതിനകത്ത് കേബിൾസ്, ഇതിൻ്റെ ഒരു എക്സ്ട്രാ വരുന്ന ഒരു പോർഷൻ ഉണ്ട് ഈ COB ലൈറ്റ്സിന് അല്ലേ. ഈ ഡ്രൈവ് വരുമ്പോൾ ഇതുപോലുള്ള സിലിണ്ടറിക്കൽ ലൈറ്റിൽ അത് ഹൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ POP ഒന്നും ഇല്ലെങ്കിൽ ഡയറക്റ്റ് ഹിറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിന് വേറെ ഓപ്ഷനുകൾ ഉണ്ടോ? അതിനാണ് ഈ ഒരു മോഡൽ, അതിനാണ് ഈ COB വരുന്നത്. സിലിണ്ടറിക്കൽ COB വരുന്നത്. ഓക്കെ, സിലിണ്ടറിക്കൽ COBയിൽ അത് ഹൈഡ് ആണ്, കാരണം അതിന്റെ അകത്താണ് അതിന്റെ പാർട്സ് വരുന്നത്. എല്ലാ വീട്ടിലും നമുക്ക് സീലിംഗ് ചെയ്യണമെന്നില്ല. കോൺക്രീറ്റ് ചെയ്ത വീട്ടിലോട്ടും നമുക്ക് ആ സ്പോട്ട് ലൈറ്റ് വെക്കാം. അതിനൊരു ഓപ്ഷനാണ് ഇത് വരുന്നത്. സ്ക്രൂ ചെയ്തിട്ട് നേരെ പിടിപ്പിച്ചാൽ മതി. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ആ ഒരു പാർട്സ് ഒന്നും കാണാതെ വൃത്തിക്ക് നിൽക്കും. സിലിണ്ടറിൽ തന്നെ മൾട്ടിപ്പിൾ കളർ അല്ലേ. ഇതിനകത്തൊക്കെ ഈ ക്രോം ഫിനിഷ് അല്ലെങ്കിൽ ഗോൾഡൻ ഫിനിഷ് നമുക്ക് ഏത് കളർ വേണോ നമ്മളൊരു ഡിസൈൻ ബേസ് നമുക്ക് കളർ ചൂസ് ചെയ്യാം. അത്രയും ഓപ്ഷൻസ് ഉണ്ട്. അത്രയും ഓപ്ഷൻസ്. ഇതിൽ ഒരു കാര്യം കൂടി അട്രാക്റ്റീവ് ആയി പറയാനുള്ളത്, ഈ ലൈറ്റ് ഓഫ് ആണെങ്കിൽ തന്നെ കാണുമ്പോൾ ഒരു ഭംഗിയാണ്. അതാണ് ഇതിന്റെ ഒരു അട്രാക്ഷൻ. അതിന്റെ വേറൊരു ഓപ്ഷൻസ് തന്നെ സിലിണ്ടറിക്കൽ ഓപ്ഷൻസ് വരുന്നതാണ് ഈ ഒരു മോഡലൊക്കെ. അത്യാവശ്യം വലിപ്പമുള്ള മോഡൽ. ഇത് സൈസ് നമ്മൾ വാട്സിനനുസരിച്ച് നമുക്ക് സൈസ് ഡിഫറെന്റ്. ഇപ്പോൾ ഇതിൽ തന്നെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള പുതിയ മോഡലുകൾ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ലൈറ്റുകളൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഇത് പല കളറിലും വരുന്നുണ്ടോ? അതിന്റെ വേറൊരു കളറാണ് ഇത്. ഓക്കെ. അതുപോലെ ഈ ലൈറ്റ് ഇതാകുമ്പോൾ നമുക്ക് ഒരു സ്പോട്ട് തന്നെയാണ്, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു മോഡലാണ് നമുക്ക് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് എവിടത്തേക്കാണോ വേണ്ടത് അതിലേക്ക് നമ്മൾ ഈ പിക്ചർ ഫ്രെയിം ഒക്കെ വരുന്ന ഏരിയയിലേക്കൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കളക്ഷനുകളല്ലാതെ കുറച്ച് മുമ്പ് തന്നെ ഇറങ്ങിയ ഒരു മോഡലാണ് നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഓക്കെ, അതിന്റെ ഒരു പ്രത്യേകത നമ്മൾ വ്യൂവേഴ്സിന് പറഞ്ഞു കൊടുത്തത്. ഇതിന്റെ ഒരു പ്രത്യേകത കൺസീൽഡ് ആയിട്ട് പോകുന്ന ഒരു മോഡലും ഉണ്ട്, നമുക്ക് അതുപോലെ തന്നെ സ്ക്രൂ ചെയ്ത് വെക്കുന്ന മോഡലും. രണ്ട് മോഡലുണ്ട്. സൈസ് വളരെ സ്ലിം ആയിരിക്കും. നമുക്ക് ഈ ഹൈറ്റ് കുറഞ്ഞ വോളിൽ അല്ലെങ്കിൽ സീലിംഗിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന മോഡൽസ് ആണ്. ഇതിലും കളർഫുൾ ആയിട്ടുള്ളൊക്കെ വരുന്നുണ്ട്. കളേഴ്സ് ഇപ്പൊ ബ്ലാക്ക് വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്. നല്ല ലൈറ്റ് ആയിരിക്കും കേട്ടോ. കുറഞ്ഞ വോട്ട്സ് ആണെങ്കിൽ തന്നെ നല്ല ലൈറ്റ് ആയിരിക്കും ഈ ഒരു മോഡലിനൊക്കെ. സീലിംഗ് ലൈറ്റിൽ തന്നെ കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ് നമുക്ക് കംപ്ലീറ്റ് കൺസീൽഡ് ആയിട്ട് കൊടുക്കും. പക്ഷെ ഇതൊന്ന് താഴോട്ടേക്ക് നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ എവിടത്തേക്കാണോ സ്പോട്ട് വേണ്ടത് അവിടത്തേക്ക് നമുക്ക് ചെയ്യാം. മൾട്ടിപ്പിൾ ഫംഗ്ഷനുകളാണ് ഇപ്പോൾ വരുന്നത്. ഇതൊരു മറ്റൊരു മോഡലാണല്ലോ അല്ലേ. ഇതൊരു മാട്രിക്സ് ആണ്. കൺസീൽഡ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു TV യൂണിറ്റ്, ഒരു സോഫന്റെ ഒരു TV യൂണിറ്റിൽ നമ്മൾ ഈ ഒരു ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മേലോട്ട് നമുക്ക് ലൈറ്റിംഗ് ഉണ്ടാവില്ല, പക്ഷെ താഴെ നല്ല ലൈറ്റിംഗ്. ഇതില് COBs വരുന്നത് 5 COBs വരുന്നുണ്ട്. ഇത് 15 ടോട്ടൽ 15 വാട്ട്സ്. ഓക്കേ, അപ്പോൾ നല്ല ലൈറ്റ് ഉണ്ടാവും. നല്ല ലൈറ്റിംഗ്. ഒരു ഡിഫറെന്റ് ട്രാക്കിൽ കൊടുക്കാൻ പറ്റും. ട്രാക്കിൽ ഇതിന്റെ വേറൊരു മോഡലാണ് ചെയ്യുന്നത്. സ്റ്റെയറിൽ കൊടുക്കാൻ പറ്റുന്ന നല്ല ഒരു കിടിലൻ ലൈറ്റാണത്. അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്, നമുക്കൊരു ഓവർ ലൈറ്റ് വരില്ല, ഒരു വാം മൂഡ് ഫീലാണ് ഇതിന്ന് വരുന്നത് കേട്ടോ. അങ്ങനെ സ്റ്റെയറിൽ കൊടുക്കാൻ പറ്റുന്ന ലൈറ്റുകളുടെ ഒരു കളക്ഷൻ ഇവിടെ ഒരുപാടുണ്ട്. സ്റ്റെയർ എന്നല്ല, ഒരു പ്രത്യേക ഏരിയകളിൽ എവിടെയും കൊടുക്കാം. ഇവിടെ കണ്ടില്ലേ വലിയ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഷാൻഡലിയർ ആയിട്ട് ഉപയോഗിക്കുന്ന ലൈറ്റാണ്. അതുപോലെ ബോൾ ലൈറ്റ്സ് കണ്ടില്ലേ, നല്ല SS വരുന്നതാണ്. അതുപോലെ PVD കോട്ടിങ് വരുന്ന മോഡലുണ്ട്. ഇതൊക്കെ ഒരു ഏറ്റവും പുതിയ ട്രെൻഡിങ് ആണ്. നമുക്ക് ഈ ഒരു കാണുന്ന മോഡൽ മുമ്പേ ഉണ്ടെങ്കിൽ കൂടി ഏറ്റവും അട്രാക്റ്റീവ് ആക്കുന്നത് ഇതിലെ ബൾബുകളാണ്. നമുക്ക് പലപ്പോഴും നമ്മൾ ഇതുപോലുള്ള ലൈറ്റുകളൊക്കെ വെച്ചിട്ട് പിന്നെ മെയിൻ്റെനൻസ് ഇല്ലാതെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ബൾബുകളല്ലാത്ത മോഡലുകളൊക്കെ വരുമ്പോൾ ബൾബാകുമ്പോൾ നമുക്ക് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് അട്രാക്ഷൻ. ഈ കാണുന്ന വലിയ ലൈറ്റിന് എത്ര രൂപ വരുമെന്ന് വെച്ചാൽ 35,000 രൂപയോളാണ് ഇതിന് പ്രൈസ് വരുന്നത്. ഡിസ്കൗണ്ട് പ്രൈസാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതാ ഒരുപാട് ലൈറ്റുകൾ, സ്പോട്ട് ലൈറ്റുകൾക്കും അപ്പുറം ഇതുപോലുള്ള ഡ്രോപ്പ് ലൈറ്റ്സ്, ഇതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു ഭാഗമാണ് ഈ കാണുന്ന ഏരിയ, അതായത് ഔട്ട്ഡോർ ലൈറ്റ്. പുറമേയുള്ള ഏരിയകളിൽ, അതായത് വീടിൻ്റെ പുറത്ത് കൊടുക്കുന്ന ലൈറ്റുകൾ, നനഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ലാത്ത അല്ലെങ്കിൽ നനയാൻ പറ്റുന്ന മെറ്റീരിയലുകൾ ഉപയോഗിച്ചിട്ടുള്ള ലൈറ്റുകൾ. ഇതൊക്കെ കുറേ മുമ്പേ കണ്ടിരുന്നെങ്കിലും അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് മോഡലുകളാണ് കാണുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് മോഡലുകളുണ്ട്. ഈ കാണുന്ന സ്ട്രൈറ്റ് ലൈറ്റുകൾ കണ്ടില്ലേ, ഇതാണ് മിറർ ലൈറ്റ്സ്. മിറർ ലൈറ്റ്സിൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മോഡലുകളുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലൈറ്റുകളൊന്ന് അടുത്തുനിന്ന് നമ്മുടെ വ്യൂവേഴ്സിന് കാണിച്ചിട്ടുണ്ട്. കാരണം അത് അഡ്ജസ്റ്റബിൾ ആണ്. ഈ കാര്യം നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അതുപോലെ മൾട്ടിപ്പിൾ കളറിൽ വരുന്നുണ്ട്. മെറ്റീരിയൽ കളറിനപ്പുറം ലൈറ്റിൻ്റെ കളറും ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന
ഇതുപോലുള്ള മിറർ ലൈറ്റുകൾക്ക് ഇപ്പോൾ പ്രാധാന്യമുണ്ട്. മിറർ ലൈറ്റും വാൾ ലൈറ്റും എത്ര മോഡൽ കാണിച്ചാലും അവസാനിക്കുന്നില്ല. ഇതുപോലുള്ള ലൈറ്റുകൾ പറഞ്ഞാൽ മൾട്ടിപ്പിൾ ലൈറ്റ് എക്സ്റ്റീരിയർ കൊടുക്കുമ്പോൾ ഒന്നിലധികം സ്പോട്ടുകൾ വരുന്ന രീതിയിലുള്ള മോഡൽ കണ്ടില്ലേ. ഇതൊക്കെ ഫെൻസിൽ അല്ലെങ്കിൽ എക്സ്റ്റീരിയർ മെയിൻ ഹൈലൈറ്റ് ചെയ്യുന്ന വാളിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ലൈറ്റുകളാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് ഉപയോഗിക്കുന്ന ലൈറ്റും കൂടിയാണ്. അതിൻ്റെ വെറൈറ്റി മോഡലുകൾ ഒന്നും രണ്ടും ഒന്നല്ല, ഒരുപാടുണ്ട്. അതിൽ തന്നെ കളറുകൾ ബ്ലാക്ക് ആണെങ്കിലും ഗ്രേ ആണെങ്കിലും ക്രോം കളർ ആണെങ്കിലും ഗോൾഡൻ കളർ ആണെങ്കിലും എല്ലാത്തിലും ഇവിടെ ഉണ്ട്. ക്ലാസിക് ആയിട്ടുള്ള ഡിസൈനിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഗോൾഡൻ ഫിനിഷുകളൊക്കെ ഇതുപോലുള്ള ലൈറ്റിൽ നല്ല. എന്നാൽ മോഡേൺ ഫിനിഷിൽ വരുന്ന ഇതുപോലുള്ള ലൈറ്റുകൾ ഇതൊക്കെ ഇപ്പോൾ കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്നുണ്ട്. അത് പല പല മോഡലിൽ വരുന്നുണ്ടെങ്കിലും ഇതുപോലുള്ള വലിയ ലൈറ്റുകൾ എല്ലാവരും ഇഷ്ടപ്പെടും. പക്ഷെ നമ്മുടെ വീടിന് അത് മാച്ച് ആണെങ്കിൽ മാത്രമേ ഇതൊക്കെ നമ്മൾ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ക്രിസ്റ്റലുകളാണ് കൂടുതൽ ആളുകൾ ഇന്നും എന്നും എക്കാലവും ഉപയോഗിക്കാറുള്ളത്. ഇതുപോലുള്ള ഡ്രോപ്പ് ലൈറ്റിൽ അടിപൊളിയായിട്ടുള്ള ഒരു ലൈറ്റ്, അതായത് മോഡേൺ ഏരിയകളിൽ മോഡേൺ ഡിസൈനിലൊക്കെ മാച്ച് ചെയ്യുന്ന ലൈറ്റാണ് ഇതുപോലുള്ള ലൈറ്റ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ എണ്ണം നമുക്ക് എത്ര വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ്. ഡ്രോപ്പ് ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എക്കാലവും ആളുകൾ വീട് ഭംഗിയാക്കാൻ ഉപയോഗിക്കുന്നത്. അത് ഡൈനിങ് ആണെങ്കിലും ലിവിങ് ആണെങ്കിലും സ്റ്റെയർ ആണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അതിന് മോഡലുകൾ ഇങ്ങനെ മാറി മാറി വരുന്നതെന്നുള്ളൂ. പക്ഷെ നമ്മൾ ഡിസൈൻ എപ്പോഴും സ്യൂട്ടബിൾ ആയിട്ടുള്ള ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. വലിയ ലൈറ്റുകളാണെങ്കിലും ചെറുതാണെങ്കിലും ആ ഏരിയ എങ്ങനെ ഭംഗിയാക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ മാച്ച് ചെയ്യുന്ന രീതി ഒരു കൺസൾട്ടൻറ്റിനെ കൊണ്ട് അന്വേഷിച്ച് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സെലക്ട് ചെയ്യാനും ശ്രമിക്കുന്നത് നന്നായിരിക്കും. വലിയ ലൈറ്റുകൾ ഷാൻഡിലിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് മോഡലുകൾ ഇപ്പോൾ വരുന്നുണ്ട്. മോഡേൺ ആയിട്ടുള്ള ലുക്കിൽ വരുന്നതാണ് ഇപ്പോൾ ട്രെൻഡിങ്. ഇപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഇതിൻ്റെ ലൈറ്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ ഈ എഡ്ജിലൂടെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അതാണ് ഇതിൻ്റെ അട്രാക്ഷൻ. ഇത് എത്ര ലീവ്സിലും കിട്ടും കേട്ടോ. വലിയ വലിയ ലൈറ്റുകളാണ്. നമുക്ക് ഇത് സ്പോട്ടിൽ ക്ലാസിക് ടച്ചിൽ അതുപോലെ മോഡേൺ ടച്ചിലൊക്കെ അട്രാക്റ്റീവ് ആക്കാൻ പറ്റുന്ന മോഡലുകളാണ്. അത് ക്രിസ്റ്റലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പണ്ട് കാലം മുതൽ ഉണ്ടായിരുന്ന ക്രിസ്റ്റൽ ഐഡിയകളല്ല ഇപ്പോൾ വരുന്നത്. നല്ല ട്രെൻഡിങ് ക്രിസ്റ്റലുകളാണ് ഇപ്പോൾ വരുന്നത്. കണ്ടില്ല അതിൻ്റെ ഡീറ്റെയിലുകൾ ഈ രീതിയിലൊക്കെയുള്ള മോഡേൺ ലൈറ്റുകൾ. അത് വലിയ ഷാൻഡിലിയർ വരുമ്പോൾ വീട് അടിപൊളിയായില്ലേ. വലിയ ഷാൻഡിലുകളുടെ കളക്ഷന് ഇവിടെ ഒരുപാടുണ്ടെന്ന് പറയുമ്പോൾ ചിലതെങ്കിലും നമ്മളിതാ കാണാതെ പോകരുത്. നല്ല മോഡൽസ് ഇവിടെ ഹിഡൻ ആയിട്ടുള്ള സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് നല്ല വ്യൂ കിട്ടുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള. ഇതിൽ മോഡേൺ ലൈറ്റ്സ് ഉണ്ട്, അതുപോലെ ക്ലാസിക് ലൈറ്റ് എല്ലാം ഇവിടെ ഉണ്ട്. ഇതൊക്കെ വലിയ ലെങ്ത്തിലാണ്. നമ്മളൊരു വീടിൻ്റെ ഒരു സ്റ്റെയർ ഏരിയ മുഴുവനായിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന സൈസുകളാണുള്ളത്. അങ്ങനെയുള്ള മോഡലുകൾ നോക്കുകയാണെങ്കിൽ എല്ലാം ഇവിടെ ഒളിഞ്ഞ് കിടപ്പുണ്ട്. ഇത് ഭയങ്കര ഒരു ബ്യൂട്ടിയുള്ള ഒരു മോഡലാട്ടോ. ഈ കാണുന്നത് കണ്ടില്ലേ, എന്താ അതിൻ്റെ ഒരു ഭംഗി. ഏറ്റവും നല്ല അട്രാക്റ്റീവായിട്ട് നമുക്ക് സ്റ്റെയർ ഏരിയയിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവം. ഇനിയിപ്പോൾ മോഡേൺ ലുക്കിൽ എലഗൻ ലുക്കിൽ നല്ല തിന്നായിട്ട് കൊടുക്കാൻ പറ്റിയ മോഡൽ. ഇതുപോലുള്ള മോഡലുകളൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയി. ഇപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ ഇതുപോലുള്ള ട്രെൻഡിങ് ഐഡിയാസ്. വലിയ ഷാൻഡിലേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് മൾട്ടിപ്പിൾ ഡിസൈനിൽ വരുന്നുണ്ട്. അതുപോലെ മൾട്ടിപ്പിൾ ലൈറ്റിങ്ങിൽ വരും കേട്ടോ. നമ്മളിപ്പോൾ കാണുന്നത് വാം ആണെങ്കിൽ അത് ന്യൂട്രൽ വൈറ്റിലേക്കും അതുപോലെ മൂൺ വൈറ്റിലേക്കൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ കാണുന്നത് കണ്ടില്ല, വലിയൊരു ഷാൻഡിലിയർ. നല്ല നൂല് പോലെ. നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഈ നൂലുകൾ കാണില്ല, ഈ ലൈറ്റുകളെ കാണുള്ളൂ. അതായത് ഷാൻഡിലിയേഴ്സിനുള്ള ലൈറ്റ് വരുന്നത് മേലെ നിന്നായിരിക്കും. ആ ഒരു ഷെയ്ഡ് അതിനകത്ത് കിട്ടുള്ളൂ. അതുപോലെ ഇതുപോലുള്ള വെറൈറ്റി ലൈറ്റ് ആൻറ്റിക് പീസ് പോലെ ഒരു നല്ലൊരു എലമെൻറ്റ് വീട്ടിനകത്ത് സെറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വലിയ ലൈറ്റുകളുടെ ഒരു കളക്ഷനുള്ള സ്ഥലത്ത് തന്നെയാണ് നമ്മളുള്ളത്. ഒരുപാട് കളക്ഷൻ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലുകളൊക്കെ നമ്മൾ കണ്ടു. അതിൽ തന്നെ നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസും തന്നു. ഇനിയിപ്പോൾ നമ്മുടെ ഇതുപോലുള്ള ലൈറ്റുകൾ എവിടെ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്ന് അറിയാത്ത ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടാവും. അവർക്ക് വലിയ വീടുകൾ ഉണ്ടാകും, പക്ഷെ പ്ലേസിങ് കറക്റ്റ് അറിയില്ല. അവർക്കൊരു കൺസൾട്ടിങ് കൊടുക്കാൻ പറ്റും. കംപ്ലീറ്റ് ആർക്കിടെക്ട് റിക്വയർമെന്റ് അനുസരിച്ചിട്ട് കസ്റ്റമർ ഇപ്പം നമ്മളടുത്ത് അവരെ റിക്വയർമെന്റ് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് സൊല്യൂഷൻസ് അവർക്ക് കൊടുക്കും. വീട്ടിൽ പോയി ഇന്ന സ്ഥലത്ത് ഇന്ന് വെച്ചാൽ കംപ്ലീറ്റ് ലുമെൻസ് അടക്കം നമ്മൾ കാര്യങ്ങൾ ഓരോ റൂം വൈസ് നമുക്ക് വോൾട്ടേജ് അതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് കംപ്ലീറ്റ് ലൈറ്റിംഗ് സൊല്യൂഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതിൽ ഈ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കാസർഗോഡ് ഭാഗത്ത്, പിന്നെ അങ്ങോട്ട് പാനൂര്, കോഴിക്കോട് ഭാഗത്തിൽ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ എടുത്ത് പറയാൻ കാരണം പല സൈറ്റും ചിലപ്പോൾ ലോങ് ആയിരിക്കും. നിങ്ങൾക്ക് അവിടെ പോയിട്ട് സൈറ്റ് വിസിറ്റ് നടത്തി ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് ഇവിടെ നേരിട്ട് സന്ദർശിച്ച് ഇതൊക്കെ ടച്ച് ആൻഡ് ഫീൽ ഇതിൽ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ലൊക്കേഷൻ എങ്ങനെയാണ് കറക്റ്റ് ഒന്ന് പറഞ്ഞാൽ? കറക്റ്റ് കണ്ണൂർ താണക്ക വരുന്ന സിഗ്നൽ മെയിൻ റോഡിൽ തന്നെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് തൊട്ടിപ്പുറം. ഓക്കെ, അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് നേരിട്ട് വരട്ടെ, എന്നിട്ട് പ്രൊഡക്റ്റുകൾ വാങ്ങട്ടെ, അവരെ പരിഗണിക്കണം. താങ്ക് യു.